PSC ഡയറിയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും അതുപോലെ 2025 നമ്മൾ പ്രതീക്ഷിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും വേണ്ടിയിട്ട് ഉള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ് ഇന്നത്തേത്. ഇത് 2024 ഡിസംബർ 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നമ്മുടെ JC ഡാനിയൽ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2023 JC ഡാനിയൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. അത് നമ്മുടെ സംവിധായകനായിട്ടുള്ള ഷാജി എൻ കരുണിനാണ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. JC ഡാനിയൽ പുരസ്കാരം PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ 2023 പുരസ്കാരം നേടിയത് ശ്രീ ഷാജി എൻ കരുണാണ്. അദ്ദേഹം മലയാള സിനിമയിലെ സംവിധായകനാണ്. അപ്പോൾ 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി എൻ കരുണിനാണ്. 2022 ലഭിച്ചത് ആർക്കാണ്? അത് TV ചന്ദ്രനാണ്. അദ്ദേഹവും സംവിധായകൻ തന്നെയാണ്. 2022 പുരസ്കാരം ലഭിച്ചത് TV ചന്ദ്രനാണ്. അതേപോലെ 2021 ലഭിച്ചിട്ടുള്ളത് KP കുമാരനാണ്. അപ്പോൾ ഇതുകൂടി ഓർത്തിരിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 2023 പുരസ്കാരമാണ്. അത് ശ്രീ ഷാജി എൻ കരുണിനാണ്. 2022 ലഭിച്ചത് TV ചന്ദ്രനാണ്. 2021 KP കുമാരനാണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. നമ്മുടെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന് പറയുന്നത്, IFFK അല്ലെ, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം കേരളത്തിൽ തിരുവനന്തപുരത്ത് എല്ലാ വർഷവും ഡിസംബറിൽ നടക്കുന്നതാണ്, നമുക്കറിയാം. ഇപ്പോൾ നടന്നു കഴിഞ്ഞു അല്ലെ. അപ്പോൾ ഓൾറെഡി IFFKയുടെ ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ്, ആ പുരസ്കാരം നോക്കണം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഹോങ്കോങ് സംവിധായികയായിട്ടുള്ള ആൻ ഹുയിയാണ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ആൻ ഹുയിയാണ് അല്ലെ. അപ്പോൾ ഈ വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? അത് ഹോങ്കോങ് സംവിധായികയും നടിയുമായ ആൻ ഹുയിയാണ്. ആൻ ഹുയി. അപ്പോൾ IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഹോങ്കോങ് സംവിധായികയും നടിയുമായ ആൻ ഹുയിയാണ്. ആൻ ഹുയി. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം അല്ലെ, അതും നമ്മൾ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് കൊടുക്കുന്നുണ്ട്. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അല്ലെ. നമുക്കിത് ചലച്ചിത്രമേളയിൽ നമ്മൾ ഈ പേര് കേട്ടതാണ് അല്ലെ. അപ്പോൾ എന്താണ്, കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ വ്യക്തിയാണ് പായൽ കബാഡിയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് അല്ലെ. അപ്പോൾ പായൽ കബാഡിയയ്ക്ക് എന്ത് പുരസ്കാരമാണ് IFFKയിൽ ലഭിച്ചത്? അത് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരമാണ് അല്ലെ. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻ ഹുയി അല്ലെ. ഹോങ്കോങ് സംവിധായികയും നടിയുമായ ആൻ ഹുയിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും പായൽ കബാഡിയയ്ക്ക് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരവുമാണ് ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. പായൽ കബാഡിയ സംവിധാനം ചെയ്ത സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കുക. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ എന്ന ചരിത്രം എഴുതിയ വ്യക്തിയാണ് റഷിദ റദു അല്ലെ. എന്താണ് റഷിദ റദുവിന്റെ പ്രത്യേകത? സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആണ് ഈ റഷിദ റദു എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കുക. രണ്ടാമത് KT കൃഷ്ണവാര്യർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? അത് M ലീലാവതിയാണ്. രണ്ടാമത് KT കൃഷ്ണവാര്യർ പുരസ്കാരം ലഭിച്ച വ്യക്തി M ലീലാവതിയാണ്. തോപ്പിൽ ഭാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ഭാസി പുരസ്കാരം അല്ലെ, തോപ്പിൽ ഭാസി അവാർഡ് നേടിയത് ശ്രീ പെരുമ്പടവം ശ്രീധരനാണ്. അപ്പോൾ പെരുമ്പടവം ശ്രീധരന് അടുത്തിടെ ലഭിച്ച അവാർഡ് ഏതാണ്? ഈ വർഷം ലഭിച്ച അവാർഡ് തോപ്പിൽ ഭാസി അവാർഡാണ് അല്ലെ. തോപ്പിൽ ഭാസി അവാർഡ് ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. റഷിദ റദുവിന്റെ പ്രത്യേകത എന്താണ്? അത് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അല്ലെ വനിതയാണ്. എന്ത് നേടിയത്? PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആണ് റഷിദ റദു. അതേപോലെ KT കൃഷ്ണവാര്യർ പുരസ്കാരം നേടിയത് M ലീലാവതിയാണ്. തോപ്പിൽ ഭാസി അവാർഡ് നേടിയത് പെരുമ്പടവം ശ്രീധരനാണ്. ഇക്കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയത് മിഷേൽ ബാഷ്ലെ ആണ് അല്ലെ. മിഷേൽ ബാഷ്ലെ ആരാണ്? ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ്. അപ്പൊ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയ വ്യക്തിയാരാണ്? മിഷേൽ ബാഷ്ലെ. അവർ ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ്. അടുത്തൊന്ന് നോക്കുക. GD ബിർള അവാർഡ് 5 ലക്ഷം രൂപയാണ് GD ബിർള അവാർഡിന് അല്ലെ. എന്താണ് അതിന്റെ മുഴുവൻ പേര്? GD ബിർള അവാർഡ് ഫോർ സയന്റിഫിക് റിസർച്ച് എന്നാണ്. GD ബിർള അവാർഡ് ഫോർ സയന്റിഫിക് റിസർച്ചിന് അർഹനായ വ്യക്തി ആരാണ്? പ്രൊഫസർ സുബി ജേക്കബ് ജോർജ് ആണ്. 5 ലക്ഷം രൂപയാണ് അതിന്റെ സമ്മാനത്തുക. അപ്പോൾ GD ബിർള അവാർഡ് ഫോർ സയന്റിഫിക് റിസർച്ചിന് അർഹനായ വ്യക്തി പ്രൊഫസർ സുബി ജേക്കബ് ജോർജ് ആണ്.
അല്ലെ. അടുത്ത നോക്കുക, കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ കലാനിധി പുരസ്കാരങ്ങൾ. എന്താണ് കലാനിധി പുരസ്കാരങ്ങൾ? കവി പ്രഭാവർമ്മയ്ക്കും രവി മേനോനും ലഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് കലാനിധി പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? കവി പ്രഭാവർമ്മയും രവി മേനോനുമാണ് അല്ലെ. അടുത്ത് നോക്കുക, സിസ്റ്റർ ബെനിജ്ഞ സാംസ്കാരിക സമിതിയുടെ ബെനിജ്ഞ പുരസ്കാരം പെരുമ്പടവം ശ്രീധരന് ലഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളിപ്പോൾ പെരുമ്പടവം ശ്രീധരൻ പഠിച്ചു അല്ലെ. എവിടെയാണ് പഠിച്ചത്? പെരുമ്പടവം ശ്രീധരന് ഏത് അവാർഡ് ലഭിച്ചു എന്നാണ് പഠിച്ചത്? അത് നമ്മൾ തോപ്പിൽ ഫാസി അവാർഡ് അല്ലെ. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. തോപ്പിൽ ഫാസി അവാർഡാണ് ഓൾറെഡി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലെ ഈ വർഷം. തോപ്പിൽ ഫാസി അവാർഡ് ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. അദ്ദേഹത്തിന് തന്നെ ബെനിജ്ഞ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കി, ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ബുക്കിൽ നോട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും കൂടി വർക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ. ഇത് അല്ലെ നമുക്കൊരു ഇന്ത്യയുടെ അഭിമാന നിമിഷമായിരുന്നു നമ്മുടെ ഡി ഗുഗേഷ് എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയുടെ സ്വന്തം ഡി ഗുഗേഷ്, അദ്ദേഹം ലോക ചെസ് ചാമ്പ്യനായി അല്ലെ. അതൊരു ന്യൂസ് അല്ലെ, നമ്മുടെ ഒരു ശരിക്കും നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ന്യൂസ് ആയിരുന്നു. ഇന്ത്യയുടെ ദൊമ്മരാജു ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനായി അല്ലെ. ഇപ്പോഴത്തെ നിലവിലെ ഇപ്പൊ ലോക ചെസ് ചാമ്പ്യൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ ഡി ഗുഗേഷ് അഥവാ ദൊമ്മരാജു ഗുഗേഷ് ആണ്. ലോക ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ഇദ്ദേഹം തന്നെയാണ്. അതൊരു പോയിന്റ് ആണ്. ലോക ചാമ്പ്യൻ ആകുന്ന, ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും കൂടിയാണ് നമ്മുടെ ഡി ഗുഗേഷ് എന്ന് പറയുന്നത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യൻ ആകുന്ന ആദ്യ ഇന്ത്യൻ താരവുമാണ് ഡി ഗുഗേഷ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകത? ഇന്ത്യയുടെ ഇപ്പോഴത്തെ അല്ലെ, ഇന്ത്യയുടെ സ്വന്തം ദൊമ്മരാജു ഗുഗേഷ് ലോകത്തിലെ ഇപ്പോഴത്തെ ലോക ചെസ് ചാമ്പ്യൻ ആണ് അല്ലെ. അങ്ങനെ ലോക ചെസ് ചാമ്പ്യൻ ആയപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു റെക്കോർഡ് കൂടെ സ്ഥാപിക്കാൻ പറ്റി. എന്താണ്? ലോക ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ് ഇദ്ദേഹം. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഡി ഗുഗേഷ്. അടുത്തത്, ചെറുതുരുത്തി കഥകളി സ്കൂളിന്റെ പി കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം MPS നമ്പൂതിരിക്കും MP സുരേന്ദ്രനും ലഭിച്ചു. ആർക്കൊക്കെയാണ്? MPS നമ്പൂതിരിക്കും MP സുരേന്ദ്രനും ലഭിച്ചു. അപ്പോൾ ഈ വർഷത്തെ കളിയച്ചൻ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? MPS നമ്പൂതിരിയും MP സുരേന്ദ്രനും. ചെറുതുരുത്തി കഥകളി സ്കൂളിന്റെയാണ് പി കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം അല്ലെ. മലയാളിയായ സഹറു നുസൈബ കണ്ണനാരിയുടെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിന് ഈ വർഷത്തെ ക്രോസ്വേഡ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ വർഷത്തെ ക്രോസ്വേഡ് അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് അല്ലെ. അപ്പൊ എന്താണ്? ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന കൃതിക്കാണ് ക്രോസ്വേഡ് പുരസ്കാരം ലഭിച്ചത്. ആ കൃതി രചിച്ചത് ആരാണ്? സഹറു നുസൈബ കണ്ണനാരി അല്ലെ. സഹറു നുസൈബ കണ്ണനാരി മലയാളിയാണ് അല്ലെ. അപ്പൊ ക്രോസ്വേഡ് പുരസ്കാരം നേടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സഹറു നുസൈബ കണ്ണനാരി അല്ലെ. ഏത് കൃതിക്കാണ്? ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിനാണ്. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാവ് ഘോഷ്, അതേപോലെ മലയാളികളായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ രാധാകൃഷ്ണൻ പിള്ള, ജയശ്രീ കളത്തിൽ എന്നിവർക്ക് കൂടി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അല്ലെ. പുരസ്കാരം ലഭിച്ച മറ്റുള്ളവർ ആരൊക്കെയാണ്? അമിതാവ് ഘോഷ് അല്ലെ, അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. പിന്നെ മലയാളികൾ രണ്ടുപേർക്ക് കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ്? രാധാകൃഷ്ണൻ പിള്ളയ്ക്കും ജയശ്രീ കളത്തിലിനും, അതേപോലെ സന്ധ്യാമേരി, 3 പേർക്ക് കേട്ടോ. സന്ധ്യാമേരിക്ക് കൂടെ ഉണ്ട്. അപ്പൊ മലയാളികൾ ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? രാധാകൃഷ്ണൻ പിള്ള, ജയശ്രീ കളത്തിൽ, സന്ധ്യാമേരി എന്നിവർക്കും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ പുരസ്കാരങ്ങളൊക്കെ ഇപ്പോഴും ഒരു ബുക്കിൽ പ്രത്യേകം നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. സെക്രട്ടേറിയറ്റ് ടെസ്റ്റിനൊക്കെ അത് ഒത്തിരി പ്രയോജനപ്പെടും. ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഭരതമുനി ദേശീയ പുരസ്കാരം ആർക്ക് ലഭിച്ചു? സൂര്യ കൃഷ്ണമൂർത്തിക്ക് ലഭിച്ചു അല്ലെ. അപ്പൊ ഭരതമുനി ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? സൂര്യ കൃഷ്ണമൂർത്തിയാണ് അല്ലെ. ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഭരതമുനി ദേശീയ പുരസ്കാരം. ഇത് ലഭിച്ചത് സൂര്യ കൃഷ്ണമൂർത്തിക്കാണ്. 2023 ലോകകപ്പ് ഫുട്ബോളാണ്. ലോകകപ്പ് ഫുട്ബോളിന് ആരാണ് വേദിയാകാൻ പോകുന്നത്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ അല്ലെ. അപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ നടന്നു, നമുക്കറിയാം ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ അല്ലെ. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ നടന്നു. ഇനി ലോകകപ്പ് ഫുട്ബോൾ നടക്കാൻ പോകുന്നത് എവിടെയാണ്? 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന് ശേഷം 2026 എവിടെയാണ് ഫുട്ബോൾ നടക്കാൻ പോകുന്നത്? അത് അമേരിക്ക, മെക്സിക്കോ അല്ലെ, കാനഡ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് അല്ലെ. എവിടെയാണ്? അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് അടുത്ത ഫുട്ബോൾ 2026 ഫുട്ബോൾ നടക്കാൻ പോകുന്നത് അല്ലെ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ നടന്നത് എവിടെയാണ്? 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ, വനിതകളുടെ ലോകകപ്പ് ഫുട്ബോൾ 2023 നടന്നത് ന്യൂസിലൻഡ്, അതുപോലെ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളായിട്ടായിരുന്നു. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ വേദികളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, ഓർത്തിരിക്കുക. അപ്പോൾ പറയുന്നു 2022 ലോകകപ്പ് ഫുട്ബോൾ നടന്നത് ഖത്തറിലാണ്. അതുപോലെ 2026 ലോകകപ്പ് ഫുട്ബോൾ നടക്കാൻ പോകുന്നത് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ്.
ആണ്. 2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകാൻ പോകുന്നത് സൗദി അറേബ്യയാണ്. ഇനി വനിതാ ഫുട്ബോൾ ലോകകപ്പിലേക്ക് വന്നാൽ 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് നടന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ആണ്. അടുത്തൊരു പോയിന്റ് നോക്കുക. 2020 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച ഇന്ത്യക്കാരന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ഉർവിൽ പട്ടേലും അഭിഷേക് ശർമ്മയുമാണ്. അപ്പൊ എന്താണ് ഇവരുടെ പ്രത്യേകത? ഇവര് 2020 ക്രിക്കറ്റിൽ വെറും 28 പന്തിൽ നിന്നാണ് സെഞ്ചുറി അടിച്ചത് അല്ലെ. അപ്പൊ എന്താണ്? വെറും 28 പന്തിൽ നിന്നാണ് സെഞ്ചുറി അടിച്ചത്. ഏതിലാണ്? 2020 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച ഇന്ത്യക്കാരന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഉർവിൽ പട്ടേലും അഭിഷേക് ശർമ്മയുമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ കളിക്കാരനാണ് കെയ്ൻ വില്യംസൺ. ന്യൂസിലൻഡിന്റെ കളിക്കാരനാണ് അല്ലെ. അപ്പൊ എന്താണ് കെയ്ൻ വില്യംസൺ അടുത്തിടെ ഉണ്ടാക്കിയ റെക്കോർഡ്? എന്താണ്? ടെസ്റ്റ് ക്രിക്കറ്റിലാണ് കേട്ടോ. ഇത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്കറിയാം ക്രിക്കറ്റിന് 3 ഫോർമാറ്റ് ഉണ്ട്. ടെസ്റ്റ്, 2020, വൺ ഡേ അല്ലെ, വൺ ഡേ ഇന്റർനാഷണൽ, അങ്ങനെ 3 ഫോർമാറ്റ് ഉണ്ട്. അതിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ന്യൂസിലൻഡിന്റെ കളിക്കാരന്റെ പേരാണ് കെയ്ൻ വില്യംസൺ. സയ്യിദ് മോദി ബാഡ്മിന്റൺ സൂപ്പർ സീരീസ് ടൂർണമെന്റിൽ കിരീടം ചൂടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? അത് PV സിന്ധുവും ലക്ഷ്യ സെന്നുമാണ് അല്ലെ. PV സിന്ധുവും ലക്ഷ്യ സെന്നുമാണ് സയ്യിദ് മോദി ബാഡ്മിന്റൺ സൂപ്പർ സീരീസ് ടൂർണമെന്റിൽ കിരീടം ചൂടിയത്. അപ്പൊ ആരൊക്കെയാണ്? സയ്യിദ് മോദി ബാഡ്മിന്റൺ സൂപ്പർ സീരീസ് ടൂർണമെന്റിൽ കിരീടം ചൂടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? PV സിന്ധുവും ലക്ഷ്യ സെന്നും. ഇനി വനിതാ ഡബിൾസിൽ മലയാളി താരങ്ങളായിട്ടുള്ള വനിതാ ഡബിൾസിലാണ് ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചേർന്ന സഖ്യവും ജേതാക്കളായിട്ടുണ്ട് അല്ലെ. അപ്പോൾ വനിതാ ഡബിൾസിൽ എന്താണ് സംഭവിച്ചത്? വനിതാ ഡബിൾസിൽ മലയാളി താരം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചേർന്ന സഖ്യം ജേതാക്കളായി. അടുത്തൊരു പോയിന്റ് നോക്കുക. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ്ഷാ ചുമതലയേറ്റു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അപ്പോൾ നിലവിലെ അധ്യക്ഷനാരാണ്? ജയ്ഷയാണ്. അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റിൽ സിക്കിമിനെതിരെ 20 ഓവറിൽ 349 റൺസ് നേടി ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് റെക്കോർഡിട്ട ബറോഡ ടീം അല്ലെ. അപ്പോൾ ബറോഡ ടീമാണ് ആ റെക്കോർഡ് ഇട്ടത്. എന്താണ്? സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി അല്ലെ 2020 ക്രിക്കറ്റിലാണ്. സിക്കിമിനെതിരെ ബറോഡ എത്ര റണ്ണിന്റെ റെക്കോർഡാണ് ഇട്ടത്? 20 ഓവറിൽ 349 റൺസാണ് നേടി റെക്കോർഡ് ഇട്ടിട്ടുള്ളത് അല്ലെ. ഇതിനു മുമ്പ് ഏറ്റവും ഉയർന്ന റൺ എന്ന് പറയുന്നത് 344 റണ്ണായിരുന്നു 20 ഓവറിൽ. അത് ഗാംബിയക്കെതിരെ സിംബാബ്വെ അടിച്ചൊരു ഇതായിരുന്നു. എന്താണ്? ഗാംബിയക്കെതിരെ സിംബാബ്വെ നേടിയ റണ്ണായിരുന്നു 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന റൺ എന്ന് പറയുന്നത്. അത് 20 ഓവറിൽ 344 ആയിരുന്നു. അത് സിംബാബ്വെയാണ് ഗാംബിയക്കെതിരെ നേടിയത്. ആ റെക്കോർഡ് ഇപ്പോൾ പഴങ്കഥയായി അല്ലെ. എന്നിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ബറോഡ ടീം അല്ലെ 20 ഓവറിൽ 349 റൺസ് അടിച്ചപ്പോൾ പഴയ 344ന്റെ റെക്കോർഡ് അവിടെ തീർന്നു അല്ലെ. അപ്പോൾ ബറോഡ ടീം സിക്കിമിനെതിരെയാണ് ഈ സ്കോർ ചെയ്തിട്ടുള്ളത്. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായി ബെലറൂസിന്റെ ആര്യാന സബലെങ്ക തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ എന്താണ്? ഈ വർഷത്തെ 2024 മികച്ച വനിതാ ടെന്നീസ് താരമാണ്. 2024 മികച്ച വനിതാ ടെന്നീസ് താരമായി ബെലറൂസിന്റെ ആര്യാന സബലെങ്ക തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ. ഈ ആര്യാന സബലെങ്കയുടെ ഒക്കെ രാജ്യം നോക്കി വെക്കണം. ബെലറൂസ്. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ മലയാളിയായിട്ടുള്ള നിഹാൽ സരീൻ കിരീടം ചൂടി. നിഹാൽ സരീനെയാണ്. ഇദ്ദേഹത്തെ നോക്കി വെക്കുക അല്ലെ. നാളെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റത്തില്ല. ഇദ്ദേഹവും ഒരു ലോക ചെസ് ചാമ്പ്യൻ പദവിയിലേക്കൊക്കെ വരാം. ഉസ്ബെക്കിസ്ഥാനിൽ നടന്നതാണ് പ്രസിഡന്റ്സ് കപ്പ് ചെസ്സിൽ മലയാളി താരം നിഹാൽ സരീന് കിരീടം ലഭിച്ചു അല്ലെ. അടുത്ത നോക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്, ഈ നമ്പറിന് പ്രത്യേകതയുണ്ട്, 26ാമത് ഗവർണറായി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. അപ്പൊ 26ാമത് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ 25ാമത് ഗവർണർ ആരായിരുന്നു? അറിയാവുന്നവർ കമന്റ് ചെയ്യുക. റിസർവ് ബാങ്ക് ഓഫ് കുറെ പരീക്ഷയിൽ സ്ഥിരം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25ാമത് ഗവർണർ ആരായിരുന്നു എന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. റിസർവ് ബാങ്കിന് പുതിയ ഗവർണർ വന്നിരിക്കുകയാണ്, RBI ഗവർണർ. അദ്ദേഹം 26ാമത്തെ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ പേര് സഞ്ജയ് മൽഹോത്ര എന്നാണ്. ഇനി പരീക്ഷകൾ ഭരിക്കാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും. സഞ്ജയ് മൽഹോത്ര നോക്കി വെച്ചോ. RBI ഗവർണറൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തോണം. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നവിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇതും നോക്കി വെക്കുക. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായുള്ള തെരഞ്ഞെടുപ്പും
അല്ല, മുഖ്യമന്ത്രി ആകുന്നതിനുള്ള ചർച്ചയൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടതാണ് അല്ലെ, ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊരു ചെറിയ ചർച്ചയൊക്കെ. അപ്പൊ അതുകൊണ്ട് ദേവേന്ദ്ര ഫട്നവിസ് ഒന്ന് നോക്കി വെച്ചോളുക. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നവിസ്. ജാരത് ഐസ്മാൻ അല്ലെ, ഇദ്ദേഹത്തെയും നോക്കി വെക്കേണ്ട ഒരാൾ തന്നെയാണ്. ജാരത് ഐസ്മാൻ നാസയുടെ പുതിയ മേധാവിയാണ് അല്ലെ, മേധാവിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ആരാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്? അമേരിക്കയുടെ പുതിയ നിയുക്ത പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ് അല്ലെ, US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ്. അദ്ദേഹമാണ് നിയുക്ത പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അധികാരമേറ്റിട്ടില്ല, ജനുവരിയിലാണ് അധികാരമേൽക്കുന്നത് അല്ലെ. ജാരത് ഐസ്മാനെ നാസയുടെ പുതിയ മേധാവിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. മുഹമ്മദ് അൽ ബഷീറിനെ കണ്ട, മുഹമ്മദ് അൽ ബാസർ എന്നല്ല, മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു അല്ലെ. സിറിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. നോക്കുക, മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു. പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് അൽ ബഷീർ. കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് മിഷൻ മൗസം. ഈ പദ്ധതികളൊക്കെ ഇപ്പോൾ നിരന്തരം ചോദിക്കാറുണ്ട് പരീക്ഷയിൽ. അതുകൊണ്ട് മിഷൻ മൗസം അല്ലെ, മൗസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാലാവസ്ഥയെ ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. മിഷൻ മൗസം എന്ന് പറയുന്നത് കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അല്ലെ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് മിഷൻ മൗസം. ചെന്നൈയിലും പുതുച്ചേരിയിലും ദുരിതം വിതച്ച ചുഴലിക്കാറ്റാണ് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. ഇത് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് പ്രത്യേകത ഉണ്ട്. ഇതിൽ നിന്ന് പരമാവധി ക്വസ്റ്റ്യൻസ് തുടർന്ന് വരുന്ന PSC പരീക്ഷകളിലൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒരു 2 വട്ടമെങ്കിലും കണ്ട് അതിന്റെ നോട്ട്സ് ഒക്കെ തയ്യാറാക്കി എടുത്തു വെച്ചേക്ക്, ഒരിക്കലും നഷ്ടമില്ല. ചെന്നൈയിലും പുതുച്ചേരിയിലും ദുരിതം വിതച്ച ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് അല്ലെ. അപ്പൊ ആ ചുഴലിക്കാറ്റിന്റെ പേര് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് എന്നാണ്. 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പെയ്ഡെക്സ് സാങ്കേതിക വിദ്യ, നോക്കി വെക്കുക, സ്പെയ്ഡെക്സ് സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ സജ്ജമായിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ എന്താണ് പ്രത്യേകത? 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് സ്പെയ്ഡെക്സ് എന്ന് പറയുന്നത്. സ്പെയ്ഡെക്സ് സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ സജ്ജമായിരിക്കുകയാണ് ഇന്ത്യ. ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ-3 വിക്ഷേപണം വിജയകരമായിരുന്നു അല്ലെ. ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമാണ് പ്രോബ-3. അത് ശരിക്കും വിജയകരമായിരുന്നു. സൂര്യന്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുള്ള പ്രഭാവലയമായ കൊറോണ പാളിയെ പറ്റിയുമുള്ള പഠനം ലക്ഷ്യമിടുന്നതാണ് പ്രോബ-3 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രോബ-3 ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? സൂര്യന്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുള്ള പ്രഭാവലയമായ കൊറോണ പാളിയെ പറ്റിയുമുള്ള പഠനമാണ് അല്ലെ. അപ്പൊ എന്താണ്? സൂര്യന്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുള്ള പ്രഭാവലയമായ കൊറോണ പാളിയെ പറ്റിയുമുള്ള പഠനം ലക്ഷ്യമിടുന്നതാണ് പ്രോബ-3 ദൗത്യം എന്ന് പറയുന്നത്. അത് വിക്ഷേപണം വിജയകരമായിരുന്നു. നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലായ INS തുഷീൽ കമ്മീഷൻ ചെയ്തു അല്ലെ. നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലായിട്ടുള്ള INS തുഷീൽ കമ്മീഷൻ ചെയ്തു. അടുത്ത പോയിന്റ്, കർഗ എന്നു പേരുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേർ ഡ്രോൺ ആണിത്. ഡ്രോൺ വികസിപ്പിച്ച് ഇന്ത്യൻ സൈന്യം. അപ്പൊ ഇന്ത്യൻ സൈന്യം അടുത്തിടെ വികസിപ്പിച്ച ചാവേർ ഡ്രോൺ ഏതാണ്? കർഗയാണ്. കേട്ടാ, ഇന്ത്യൻ സൈന്യത്തിൻ്റെതാണ് കർഗ. അത് ചാവേർ ഡ്രോൺ ആണ്. കർഗ എന്നു പേരുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേർ ഡ്രോൺ വികസിപ്പിച്ച ഇന്ത്യൻ സൈന്യം. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ എന്നറിയപ്പെടുന്നത്. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പിന്റെ പേരാണ് വില്ലോ. ഡെവലപ്പ് ചെയ്ത ആരാണ്? ഗൂഗിൾ. എന്താണ് പ്രത്യേകത? അത് അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് അല്ലെ, വില്ലോ എന്ന് പറയുന്നത്. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടി അല്ലെ, എങ്ങനെയാണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം UNEP-യുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അല്ലെ. ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം. അപ്പോൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള നമ്മുടെ സ്വന്തം മാധവ് ഗാഡ്ഗിലിന് UNEP-യുടെ ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരമാണ് ലഭിച്ചത്. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം നിവേദിത ബാനർജി സംവിധാനം ചെയ്ത ഇന്ത്യൻ ചിത്രമായ ദ കുംഭയ സ്റ്റോറിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് ലഭിച്ചത്? 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരമാണ്. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? നിവേദിത ബാനർജിയാണ്. ഏത് സിനിമയ്ക്കാണ്? ദ കുംഭയ സ്റ്റോറിക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ടൈം മാസികയുടെ 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ. അപ്പൊ എന്താണ് 2024 പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് അല്ലെ. ഡൊണാൾഡ് ട്രംപ്.
അപ്പോൾ എന്താണെന്നൂടെ നോക്കുക. ടൈം മാസികയാണ്, ടൈം മാസികയുടെ 2024 പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക ജെമിനി 2.0 അല്ലെ പുറത്തിറക്കിയത് ആരാണ്? ഗൂഗിൾ ആണ്. അപ്പൊ ഗൂഗിളിന്റെ 2 പഠിച്ചു, ഒന്ന് വില്ലോയും അതുപോലെ ഒന്ന് ജെമിനി 2.0യും അല്ലെ. വില്ലോ എന്താണ്? ഗൂഗിൾ വികസിപ്പിച്ച അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ എന്ന് പറയുന്നത്. ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക ജെമിനി 2.0 പുറത്തിറക്കി ഗൂഗിൾ അല്ലെ. അടുത്തൊരെണ്ണം നോക്കുക. അടുത്ത കുറച്ച് നിര്യാണങ്ങളാണ്. ഈ കാണുന്നതാണ് SM കൃഷ്ണ. നമ്മൾ ഈ പേര് കുറെ നാളായിട്ട് കേൾക്കാറുള്ള പേരാണ്, SM കൃഷ്ണ. ഇദ്ദേഹം കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയും അതേപോലെ മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയുമായിരുന്നു SM കൃഷ്ണ. ഇദ്ദേഹം അന്തരിച്ചു. അതുപോലെ ഈ കാണുന്നത് ചെമ്പൂക്കാവ് പ്രൊഫസർ MR ചന്ദ്രശേഖരനാണ് അല്ലെ. ചെമ്പൂക്കാവ് പ്രൊഫസർ MR ചന്ദ്രശേഖരനാണ് കാണുന്നത്. ഇദ്ദേഹം നിരൂപകനും ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായിരുന്നു. അദ്ദേഹം അന്തരിച്ചു. അതുപോലെ അടുത്ത വ്യക്തിയാണ് അല്ലെ, പുതുച്ചേരിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു MDR രാമചന്ദ്രൻ. അദ്ദേഹം അന്തരിച്ചു. MDR രാമചന്ദ്രൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനി ഇതിന്റെ തുടർച്ചയായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മളുടെ ചാനലിൽ ഉണ്ടാവും. സെക്രട്ടേറിയറ്റ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾ ചാനലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്